ഹലോ ഗൈസ്, വെൽക്കം ഫോൺ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാലക്സി S23 FE. ഇത് നമ്മുടെ എക്സിനോസ് 2200 വേരിയന്റും ഇത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ആയിട്ടുള്ള S21 FE ആയിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഓവർ ഹീറ്റിംഗ് ആയിരുന്നു. ഒബ്വിയസ്ലി എല്ലാവരും പറയുന്ന ഒരു മെയിൻ പ്രോബ്ലം. സോ നമ്മളിത് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ 33K വരെ അവൈലബിൾ ആയിരുന്നു ഓഫറിൽ. സോ ഈ ഒരു ഓഫർ ടൈമിൽ 33K നമ്മുടെ S23 FE വെർത്താണോ? ആൻഡ് ഈ നമ്മുടെ S21 FE അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈസ് എടുത്താൽ മതി, കാരണം ഇതിപ്പോൾ 29,999 ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗാലക്സി S23 FEയുടെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് വരുന്നത്. വേഴ്സസ് നമ്മുടെ S21 FEയുടെ ഫ്രണ്ട് മാത്രമേ ഗ്ലാസ് ഉള്ളൂ, ബാക്ക് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് കോണിംഗുള്ള സ്വിക്ടസിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത്. വേഴ്സസ് ഇവിടെ ഡൗൺഗ്രേഡ് ആയിട്ടുള്ള കോണിംഗുള്ള 5 ആണ് വരുന്നത്. പക്ഷേ ബാക്കിലും കോണിംഗുള്ള 5 ഗ്ലാസ് ആയിരുന്നു അവിടെയും വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് പ്ലാസ്റ്റിക് ആണ്, ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ്, ജസ്റ്റ് 177 gram ആണ് നമ്മുടെ S21 FE വരുന്നത്. പക്ഷേ ഇത് കണ്ടല്ലോ 209 grams വരുന്നത്. സോ ഇച്ചിരിയുടെ വെയിറ്റ് കൂടിയാണ് നമ്മുടെ S23 FE. ആൻഡ് നെക്സ്റ്റ് ഒരു ബിഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.2 mm വരുന്നത് നമ്മുടെ ഗാലക്സി S23 FEയുടെ തിക്നെസ് വേഴ്സസ് ജസ്റ്റ് 7.9 mm. യു ക്യാൻ സീ ഓൾസോ സ്ലിം ഡിവൈസ് ആട്ടോ നമ്മുടെ S21 FE വേഴ്സസ് ഇറ്റ്സ് എ ബിറ്റ് ബൾക്കിയാണ് നമ്മുടെ ഗാലക്സി S23 FE. പിന്നെ രണ്ടുപേരും IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയും. പക്ഷെ ഒരു ചെറിയൊരു ക്യാച്ച് ഉണ്ട്. രണ്ടുപേരും ഡൈനാമിക് AMOLED 2X 120 Hz റിഫ്രഷ് റേറ്റ് രണ്ടുപേർക്കും വരുന്നത് HDR10+ സർട്ടിഫൈഡ് ആണ്. 6.4 inches ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് 1080 × 2340 പിക്സൽസ് രണ്ടുപേർക്കും വരുന്നുണ്ട്. എക്സാക്ട് 403 PPM ഉണ്ട്. ബട്ട് ദ തിങ് ഈസ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഇത് നോക്കിയാൽ കണ്ടോ, ചിഹ്നം ഭയങ്കര ചെറിയ ചിഹ്നം. നിങ്ങൾ നോക്കിയാൽ സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാ സൈഡ്സും നല്ല ചെറിയ ചിഹ്നമാണ്. അത് കാരണം നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൂടുതലുണ്ട്. വേഴ്സസ് ഇതാണ് നമ്മുടെ S23 FE. യു ക്യാൻ സീ ഉണ്ടോ, സൈഡ് ബോർഡർ ഒക്കെ ഇച്ചിരി ചിഹ്നം വലിയ ചിഹ്നമാണ്. സോ അത് കാരണം നമുക്ക് ജസ്റ്റ് 83.2 ആണ് ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതലാണ് വരുന്നത്. 86.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഈ ചിഹ്നം ചെറുതായാലും നമുക്കൊരു ഇച്ചിരി അടിപൊളിയായിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. വേഴ്സസ് വലിയ ചിഹ്നമായാലും നമുക്കൊരു പഴയ ഒരു ഫോണിന്റെ ടൈപ്പ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഒബ്വിയസ്ലി ഞാൻ പറയും S21 FE ആയിരിക്കും കുറച്ചും കൂടെ നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുക. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കേഴ്സ്, അതും ഡോൾബി അറ്റ്മോസ് ദി ബെസ്റ്റ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇനി നമ്മുടെ S21 FE and funky beat, you better take your head to the sky. I'm gonna leave you till the day I die. Okay, S23 FE. S21 FE. S23 FE. സോ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, ദാറ്റ് മീൻസ് നമ്മുടെ S23 വോളിയം ചെവിയിട്ട് കുറച്ചുകൂടെ കുത്തണ ടൈപ്പ് ഒരു എന്താ പറയുക, ആ ഒരു പീക്ക് ലൗഡ്നെസ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഇച്ചിരിയാണ് വോളിയം വരുന്നുണ്ട് നമ്മുടെ S23 FEക്ക്. S21 FEക്ക് അത്ര ഒരു വോളിയം വരില്ല. ഇൻസ്റ്റഡ് കുറച്ചും കൂടെ ക്വാളിറ്റിയാണ് എനിക്ക് S23 FEക്ക് ഫീൽ ചെയ്യുന്നത്. സോ ലൈറ്റ് ഡിഫറൻസ്, നോട്ട് എ ബിഗ് ഡിഫറൻസ് ഞാൻ പറയും. S23 FE എടുക്കാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം ദാറ്റ് മീൻസ് എക്സിനോസ് 2200. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഗെയിമിംഗ് ആണെങ്കിൽ ഈ ഫോൺ വേണ്ട, ഒബ്വിയസ്ലി കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഒരു റീസണോടെ ഉണ്ട്. ഇതിനകത്തുള്ള ക്യാമറ നമ്മളൊരു 25 minutes ഇൻ ആൻഡ് അറൗണ്ട് 20 to 25 minutes, അത് ഔട്ട്ഡോറിലാണെങ്കിൽ പിന്നെയും കുറയും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫ്രെയിം അങ്ങ് വാമാവും. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ബാക്ക് പാനൽ വാമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വാമാവും. പിന്നെ അതിൻ്റെ ആ ഒരു ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസിനൊക്കെ അത് ബാധിച്ചിട്ട് UI ടോട്ടലി ഒരു ലാഗ്, ലൈറ്റ് ഒരു ലാഗ് പോലെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാവും. കാരണം കണ്ടിന്യൂസ് ക്യാമറ യൂസേജ് അറൗണ്ട് 25 minutes ഞാൻ പറയുന്നുള്ളൂ. അത് ഡിപ്പെൻഡബിൾ ആണ്. ചിലപ്പോൾ അത് 35 minutes പോകാം, ചിലപ്പോൾ അത് കുറഞ്ഞാലും പറ്റും. ഇത്രയും ആകുമ്പോൾ തന്നെ ഫോൺ അത്യാവശ്യം വാമാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഫ്രെയിം ബാക്കും വാമാവുന്നുണ്ട്. സോ അത് നമ്മുടെ ക്യാമറ എക്സ്പീരിയൻസിനെ, ആ യൂസർ എക്സ്പീരിയൻസിനെയും ബാധിക്കുന്നുണ്ട്. ഗെയിമിംഗ്, സോ ഗെയിമിംഗ് ഞാൻ ഓൾമോസ്റ്റ് സ്കിപ്പ് ചെയ്യാനേ പറയുള്ളൂ. പിന്നെ നോർമൽ ഗെയിംസാണ് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഗ്രാഫിക് ഇന്റൻസീവ് ഗെയിംസ് ആയിട്ടുള്ള കോൾ ഓഫ് ഡ്യൂട്ടി, BGMI അതൊക്കെ മാക്സിമം സെറ്റിംഗ്സിനകത്തേക്ക് ഞാൻ ചിന്തിക്കുക വേണ്ട. പിന്നെ നോർമൽ സെറ്റിംഗ്സ്, അത് സെറ്റിംഗ്സ് ഒന്ന് കുറച്ച് ടോഗിളൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻ ആൻഡ് അറൗണ്ട് 45 minutes അറൗണ്ട് ഒക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കളിക്കാൻ പറ്റും. വലിയ കുഴപ്പമില്ലാണ്ട് നോർമൽ സെറ്റിംഗ്സിലൊക്കെ ടോഗിൾ ചെയ്ത് കുറച്ചൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ. എൽസ് ഞാൻ പറയണ കോമൺ ആയിട്ട് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ ഈ ഗെയിമിങ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈ എൻഡ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണ യൂസ് ചെയ്യണ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ആ വീഡിയോ ഇമ്പോർട്ടിനൊക്കെ നല്ല ടൈം എടുക്കും, കാരണം ഇതൊക്കെ അതുപോലെ തന്നെ വാമ്പോ. സോ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ആൻഡ്
സോ ഈ റീസൺസ് കൊണ്ടാണ് ഈ ഫോൺ സ്കിപ്പ് ചെയ്യുക. S20 ഞാൻ പറയും അതിനേക്കാളും ഇച്ചിരി ബെറ്റർ S20 ആണ്. കാരണം ട്രിപ്പിൾ എയ്റ്റ് കാരണം കുറച്ചും കൂടെ ബെറ്റർ ആണ്. ക്യാമറാസ് എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ക്യാമറാസ് തന്നെയാണ് രണ്ടുപേരും. പക്ഷെ ഇപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് കൂടി. ബിക്കോസ് ഇപ്പൊ നമ്മുടെ ഈ ലേറ്റസ്റ്റ് 28K വന്ന ഡിവൈസിന് മോട്ടോ എഡ്ജ് 50 Pro. ഇതിന്റെ ഒരു ക്യാമറയുടെ ഒരു ക്വിക്ക് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ഈ സാമ്പിളൊക്കെ ഉണ്ടോ? ഷോട്ട് ഓൺ മോഡ് എഡ്ജ് 50 Pro തന്നെ കേട്ടോ. ആൻഡ് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസ് എന്താ പറയാ അതിനുള്ള ഇല്ല, ആ പ്രൈസിനുള്ളത് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടിപൊളി ക്യാമറ നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro. ഇപ്പൊ എഡ്ജ് 50 ഫ്യൂഷൻ വരുന്നുണ്ട്, അതും സോണി LYTയുടെ ഒരു സെൻസറാണ് വരുന്നത്. അതും ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അത് 22K ആണ് വരാൻ സാധ്യത, നോട്ട് ഷുവർ. ആൻഡ് നമുക്ക് ഇതിന്റെ തന്നെ ക്വിക്ക് ആയിട്ട് ക്യാമറ സാമ്പിൾസ് നോക്കാം. S21FE ആൻഡ് 12MP ആൻഡ് കളർ സാച്ചുറേഷൻ ഉണ്ടോ, കുറച്ചും കൂടെ നല്ല രീതിയിൽ കളർ സാച്ചുറേറ്റ് ആണ്. വേഴ്സസ് ഈ സ്കൈ ടോൺസ് ശ്രദ്ധിച്ചറിയാം. ഇതുണ്ടോ, ഇതൊരു പക്ക നാച്ചുറൽ. എങ്ങനെയാണോ സ്കൈ ഇരുന്നത് അതേപോലെയാണ് S23FE ഉള്ളത്. പക്ഷെ 12MP എടുക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം ടു സെയിം ആണ് കേട്ടോ. ആൻഡ് ഈവൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത്രയും ക്ലോസപ്പ് ആകുമ്പോൾ ഡീറ്റെയിൽസ് പോയിട്ടുണ്ട്. ആൻഡ് കണ്ടോ, രണ്ടും ഓൾമോസ്റ്റ് സെയിം. 12MP S21FE അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുണ്ടല്ലോ ഒരു മീഡിയത്തിൽ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ക്വാളിറ്റി നമുക്ക് S23FEയിലാണ് കിട്ടുന്നത്. സോ മാക്സിമം ക്രോപ്പിലാണ് നമുക്ക് രണ്ടുപേരും ഇതേപോലെ. നെക്സ്റ്റ് ഫ്ലവേഴ്സിന് പോർട്രേറ്റ് ഷോട്ട്. ആൻഡ് S23FE ഓൾമോസ്റ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ പൂവിന് ഡീറ്റെയിലിംഗ് ഇല്ല. അത് മാത്രമല്ല എഡ്ജ് ഡിറ്റക്ഷൻ ശരിയായിട്ടില്ല. കണ്ടോ, ഒരു ആർട്ടിഫിഷ്യൽ ബ്ലർ ഫീൽ ചെയ്യുന്ന ആപ്പിലിട്ടൊക്കെ ബ്ലർ ചെയ്ത രീതിയിലൊക്കെയാണ് S23FE വന്നേക്കണേ. ആൻഡ് S21FE കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, യു ക്യാൻ സി ഓൾമോസ്റ്റ് നൈസ് ആണ്. ഓക്കെ, ചില ഏരിയാസിൽ ഇവിടെ ചെറിയ ഇഷ്യൂ ഉണ്ട്, പിന്നെ ആ എഡ്ജ് ഡിറ്റക്ഷൻ്റെ അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓവറോൾ S21FE ആണ് കുറച്ചുകൂടെ അടിപൊളി ചെയ്തിരിക്കണേ. ആൻഡ് നെക്സ്റ്റ് ഈ റെഡ് ഫ്ലവേഴ്സിന് ചില ഫോൺസിന് ഒരു ഇഷ്യൂസ് ഉണ്ട്. കാരണം റെഡ് ഡിറ്റക്ഷൻ പക്കയായിട്ട് വരുന്നുണ്ടോ, ഇവിടെ നോക്കിയറിയാം. അത് ഫോക്കസ് അല്ല, പക്ക ഫോക്കസ് അല്ല. ഉണ്ടോ, ഫ്ലവേഴ്സ് രണ്ടും റെഡിന് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ അത് രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടോ S23FE വേഴ്സസ് ഇവിടെ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഡീറ്റെയിലൊക്കെ രണ്ടും കൊള്ളാം. ഉണ്ടോ, ഈ S23FE 50MP മോഡലുകളെ കാരണം നമുക്കൊരു കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഒരു ഔട്ട്ഡോറിൽ പക്ക ബ്രൈറ്റ്നസ് എടുത്ത ഷോട്ട്, രണ്ടും പക്ക ചെയ്യണ്ടോ, പക്ക ഡീറ്റെയിലിംഗ്. ആൻഡ് ഒബ്വിയസ്ലി S23FE ആണ് ഇച്ചിരി കൂടെ ലൈറ്റ് ബെറ്റർ ആയിട്ട് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രിസർവ് ചെയ്തേക്കണം. ക്യാൻ സീ ദ ഡീറ്റെയിൽസ്. പക്ഷെ രണ്ട് അത്യാവശ്യം കൊള്ളാണ്ടോ, അത് നമ്മൾ അത്രയ്ക്ക് ക്രോപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ആൻഡ് അനദർ ഷോട്ട് ഉണ്ടോ, രണ്ടും ബ്രൈറ്റ് ഔട്ട്ഡോറിൽ എടുക്കുമ്പോൾ രണ്ടും നല്ല അടിപൊളി കലർ ഔട്ടാണ് വന്നിരിക്കുന്നത്. നോ ഡൗട്ട് കളേഴ്സ് ഒക്കെ ആയാലും നല്ല സാച്ചുറേറ്റും എന്ന് വെച്ചാൽ ഓവർ സാച്ചുറേഷൻ ഒന്നുമില്ല, നാച്ചുറലിനേക്കാൾ ഒരു പൊടിക്കൊരു സാച്ചുറേഷൻ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് അനദർ ഷോട്ട് ആൻഡ് സീംസ് പെർഫെക്റ്റ് ഓൺ ബോത്ത് ഓഫ് ദം. ഞാനൊന്ന് ക്രോപ്പ് ചെയ്യാം മാക്സിമം. ആൻഡ് യു ക്യാൻ സീ ഉണ്ടോ, രണ്ടും പക്ക, ഒരു ഡിഫറൻസും പറയാനില്ല. ആൻഡ് അനദർ ഷോട്ട്, ഇത് നമ്മുടെ 50MP മോഡ് ആയത് കാരണം നമ്മുടെ S23FE ഇത്രയും ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ. വേഴ്സസ് നമ്മുടെ കണ്ടോ ഇവിടെ വരെ എത്തുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ലൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി ആ 50MP മോഡിന്റെ അഡ്വാൻറ്റേജ് S23FE ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ ആ സെയിം സിനാരിയോ കേട്ടോ, റെഡിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ മീൻസ് ഡിറ്റക്ട് ആവുന്നില്ല, ഓൾമോസ്റ്റ് ബ്ലർ ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ അത് എടുക്കാം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് 50MP മോഡ് മാക്സിമം ഉണ്ടോ അത്രയും വന്നിട്ടുണ്ട്. വേഴ്സസ് ഇവിടെ ഉണ്ടോ നമുക്ക് ഇച്ചിരി ക്ലോസ് പോകാൻ പറ്റുന്ന 50MP മോഡ് ഉള്ളത് കാരണം. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ ഞാൻ ആ ഷോട്ട് ഒന്നുകൂടെ എടുത്തിട്ടുണ്ടോ, സ്റ്റിൽ നോട്ട് ഇൻ ഫോക്കസ്ഡ്. ആൻഡ് S23FE മാനേജ് ബിറ്റ് വെൽന്നേ ഉള്ളൂ, രണ്ടിനും ആ ലൈറ്റ് ആയിട്ട് ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ സിനാരിയോസ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഷോട്ട് S21FE ഷോക്കാണ്. S23FE അത്യാവശ്യം പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാമറാസ് ആണ് ഇവിടെ കണ്ടോ, ഒരു കുറച്ച് വാം ടോൺ ഉണ്ട് S21FE. പക്ഷേ 32MP ആയിരുന്നു, പക്ഷേ 10MP, പക്ഷെ 10MP അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മീൻസ് നമ്മുടെ വിവോ ഓപ്പോ പോലെ ആ ഒരു കളേഴ്സ് ഒക്കെ ചുമ്മാ വൈറ്റിങ് അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ പ്രോസസ് ചെയ്ത് കൊണ്ടത്. അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു വാം ടോൺ ഒന്നും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വാം ടോൺ ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ കണ്ടോ, ഈ ഒരു ഏരിയ നോക്കിയറിയാം നല്ല രീതിയിൽ വാം ടോൺ. ഇവിടെ അത്യാവശ്യം നാച്ചുറൽ ടോൺസ് ആണ് മെയിൻ ചെയ്തേക്കുന്നത് S23FE. ആൻഡ് ഡീറ്റെയിലിംഗ് രണ്ടിലും പ്രിസർവ്ഡ് ആണ്. ആൻഡ് ഐ വുഡ് പ്രിഫർ കണ്ടോ, യു ക്യാൻ സീ ഡീറ്റെയിലിംഗ് വേഴ്സസ് ഉണ്ടോ കളേഴ്സ് ഒക്കെ ആയാലും കുറച്ചിങ്ങനെ ഡീറ്റെയിൽസ് ഉള്ളത് നമ്മുടെ S23FE ലൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ വിഷ്വലൈസേഷൻ ആണ്, യു ക്യാൻ സി. ആൻഡ് ഞാൻ രണ്ടിനും പ്ലേ ചെയ്യാം സെയിം ടൈമിൽ. യു ക്യാൻ സി രണ്ടും പെർഫെക്റ്റ് ആണ് കേട്ടോ, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഫ്രണ്ട് ക്യാമറ 4K 60fps ഓക്കെ ആയിരുന്നു. 23FE അഡ്വാൻറ്റേജ് വൺസ് റീച്ച് റുപ്പി 60fps നമുക്ക് റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ കിട്ടും. ഇവിടെ വൺസ് റീച്ച് റുപ്പി 30 ഉള്ളൂ. അപ്പോൾ അത് കാരണം ചെറിയൊരു കിടുകിടുകിടാന്ന് ചെറിയ ലൈറ്റ് ആയിട്ട് ആ ഒരു
30 FPS ഒരു ഉദാഹരണമാണ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോ ഐ വുഡ് പ്രിഫർ ദ S23 FE ഇൻ ടേംസ് ഓഫ് സ്റ്റെബിലൈസേഷൻ. ആൻഡ് ഫൈനലി നമ്മൾ ഒരു അൾട്രാവൈഡ്, ഒരു മാരക അൾട്രാവൈഡ് ഷോട്ട് രണ്ടും കല്ലാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. യു സി അത് നല്ല ബ്രൈറ്റ് ഔട്ട്ഡോർ ആയ കാരണം രണ്ടും എക്സെപ്ഷണലി വെല്ലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഫോട്ടോസ്. ഓക്കെ, സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം രണ്ടും സെറ്റാണ്. പക്ഷെ പോർട്രേറ്റിനകത്ത് ഇംപ്രസീവ് ആയ ഷോട്ട്സ് ഒന്നും ഞാൻ അത്ര കണ്ടില്ല. നെക്സ്റ്റ് നമ്മൾ UI ക്വിക്ക് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടിനും പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ഫോട്ടോ മോഡിൽ വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവിടെ 12 MB 50 MB രണ്ട് സ്വിച്ച് ചെയ്യാനുള്ള മോഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ മോഡ്സ് ഉണ്ട് 12 MB മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ് പോർട്രേറ്റ് ഇവിടെ 1x 2x 3x ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ 1x 3x മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ മാക്സിമം FHD at 60 കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് മാക്സിമം FHD at 30 S21 FE കിട്ടുള്ളൂ. സോ അവിടെ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മോറിനകത്ത് നമുക്ക് പ്രോ വീഡിയോ മോഡ്, നൈറ്റ് മോഡ്, സൂപ്പർ സ്ലോ മോഷൻ, പോർട്രേറ്റ് വീഡിയോ, ഡാറ്റ എസ്യു, അതൊക്കെ നമുക്ക് ഇവിടെയാണ്. പോർട്രേറ്റ് വീഡിയോ, ഡാറ്റ എസ്യു, ഹൈപ്പർലാപ്സ് എല്ലാം രണ്ടും സെയിം ടു സെയിം അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ UI അടിപൊളി UI ആണ്. എസ്പെഷ്യലി 100 ഒപ്റ്റിമൈസേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും അടിപൊളി. എസ്പെഷ്യലി ആ വ്യൂയിങ് ഏരിയ ഇൻട്രാക്ഷൻ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ സെറ്റിംഗ്സ് ആകുമ്പോൾ എനിക്ക് കണക്ഷൻസ് ഓപ്പൺ ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് കൊടുത്തു, കണക്ഷൻസ് കിട്ടുന്നു. ഇപ്പോൾ വൈഫൈ എനിക്ക് ഓപ്പൺ ചെയ്യാം, ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, കണ്ടോ എല്ലാം വിത്തിൻ റീച്ചബിൾ ഏരിയാസ് ഇത് വരും. അങ്ങനെ അടിപൊളി ഒപ്റ്റിമൈസേഷൻ. പിന്നെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 2 പേർക്കും കിട്ടുന്നുണ്ട്. ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ്. സോ 2 വർഷം എക്സ്ട്രാ നമുക്ക് നമ്മുടെ Galaxy S23 FE കിട്ടും, ബിക്കോസ് ലേറ്റസ്റ്റ് മോഡൽ ഒബ്വിയസ്ലി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് രണ്ടിനും എക്സാക്ട് സെയിം 4500 mAh ഓഫ് ബാറ്ററിയും ആൻഡ് 25 watt വയർഡ് ചാർജിങ്ങും 15 watt വയർലെസ് ചാർജിങ് ആൻഡ് ഈവൻ ദ റിവേഴ്സ് വയർലെസ് ചാർജിങ് രണ്ടിനും സെയിം ടു സെയിം ആണ്. സോ ഇഫ് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെർത്ത് അപ്ഗ്രേഡിങ് പോയിട്ട് ചില ഏരിയാസിൽ S21 FE ആണ് നല്ലത്. സോ ഇറ്റ്സ് നോട്ട് ഈവൻ an അപ്ഗ്രേഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെക്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. S21 FE ഉള്ളവർ സ്റ്റേ വിത്ത് S21 FE. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡിവൈസ്. I mentioned the Snapdragon variant. And S23 FE 33K വെർത്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഓൾമോസ്റ്റ് യെസ് തന്നെ. പക്ഷേ ഗെയിമിംഗ് ആണ് നിങ്ങൾ ഡയറക്റ്റ് സ്കിപ്പ് ചെയ്തോ. ക്യാമറ എക്സ്റ്റൻസീവ് 30 minutes കൂടുതലുള്ള യൂസറുകളെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയും. എൽസ് ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളി, ദാറ്റ് മീൻസ് എസ്പെഷ്യലി ഓഡിയോ ആൻഡ് വീഡിയോ അടിപൊളി, പിന്നെ നമ്മുടെ UI അടിപൊളിയാണ്, പിന്നെ നമ്മുടെ ക്യാമറാസ് വീഡിയോസും നോർമൽ ഫോട്ടോസും അടിപൊളിയാണ്. എനിക്ക് പോർട്രേറ്റ് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഓവറോൾ ക്ലീൻ നല്ലൊരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ Galaxy S23 FE. ആൻഡ് ഇഫ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കോൺസ് നിങ്ങൾക്ക് മാറ്റർ അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പിക്ക് അപ്പ് ദ S23 FE if it comes below 33K. So guys, that's it for today. Signing off, it's Phone Mania.